അവിടെ ഒരു മലയണ്ണ ഇരിപ്പുണ്ട്. പിന്നെ ആ ബ്ലാക്കിൽ കാണുന്നില്ല, അതാ ഈ ചാടി ചാടി വരുന്നതൊക്കെ ബ്ലാക്ക് ലങ്കൂറാണ്. വണക്കം, ദിസ് ഇസ് ടാബ്ക. പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളൊരു യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞാൽ തേക്കടിയിലേക്കാണ് കേട്ടോ. തേക്കടി ആര്യ നിവാസിൽ ഒന്ന് സ്റ്റേ ചെയ്ത് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നാളായി നമ്മളൊന്ന് യാത്ര പോയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ അതുവിനെയും കൂട്ടി നമ്മൾ ഫാമിലിയായിട്ടൊരു യാത്ര പോവാണ്. അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തും തിരിച്ച് കൊട്ടാരക്കര വാളകം വഴി, കൊട്ടാരക്കരയല്ല വാളകം വഴി റാന്നി കോന്നി ആ റോഡ് പോവാണ്. അപ്പം നമ്മളൊരു ബ്യൂട്ടിഫുൾ കാഴ്ച കണ്ട് നിർത്തിയാണ്. രാവിലെ നല്ല മഞ്ഞും ആ ഒരു സൂര്യൻ്റെ ആ ഒരു സൂര്യകിരണങ്ങളൊക്കെ തട്ടി തലോടി മലനിരകളിൽ നിന്നൊക്കെ വരുവാണ്. അപ്പം നല്ല കാഴ്ചയാണ്. അപ്പം നമ്മളിനി അങ്ങോട്ട് യാത്ര പോകുന്നു. നമ്മൾ നേരെ പോകുന്നത് തേക്കടിയിലേക്കാണ്. കുമളി വഴി കുട്ടിക്കാനം വഴി പോകുന്നു. കുട്ടിക്കാനത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺ. നമ്മൾ എപ്പോഴൊക്കെ യാത്ര പോയാലും ഇതുവഴി പോവുകയാണെങ്കിൽ, റാന്നി വഴി പോവുകയാണെങ്കിൽ നിൽക്കുന്ന റോഡാണ് ഈ ഒരു റോഡ്, ഈ ഒരു സ്ഥലം. ഇവിടെ താഴത്തെ റോഡ് എന്ന് പറയുന്നത് ശബരിമല പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. ഈ ഹൈ വോൾട്ടേജ് കമ്പിയുടെ ഇടയിൽ കൂടെ ഈ മലനിരകൾ കൂടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് എന്ത് രസമാണ്. നല്ല റോഡാണ് ആസ് യൂഷ്വൽ. അപ്പോൾ നമുക്ക് നേരെ ഇതുവഴി മുണ്ടക്കയം വഴി കുട്ടിക്കാനത്ത് നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ നേരെ പോകുന്നു തേക്കടിയിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം പോണ റോഡാണ്. പെട്ടെന്ന് മഞ്ഞ് വന്നങ്ങ് മൂടി. നോക്കി എന്ത് രസമാണ്. പെട്ടെന്നായിരുന്നു കേട്ടോ, അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഞ്ഞ് വന്നങ്ങ് മൂടിയതാണ്. ഒരു രസമുണ്ട് കേട്ടോ. അത് നല്ല വെയിലും ഉണ്ട്. നോക്ക് പെട്ടെന്ന് മഞ്ഞ് വന്നങ്ങ് മൂടി. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നോക്ക് എന്ത് രസമാണ്. അത് നോക്കണം മഞ്ഞ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം കുട്ടിക്കാനം റോഡുള്ള വളഞ്ഞങ്ങാനം വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയാണ്. അത്യാവശ്യം ഇപ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫോളിൽ വെള്ളമുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമുള്ളൊരു ടൈമാണ് കേട്ടോ വാട്ടർഫോളിൽ. ഇതാ നോക്ക്, നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഭയങ്കര ഒഴുക്കല്ല, എന്നാലും മോശമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾ. കുട്ടിക്കാനം മുണ്ടക്കായം റോഡിലാണ്. മുണ്ടക്കയത്ത് കുട്ടിക്കാനം പോകുമ്പോഴുള്ള റോഡിലാണ് ഈ ഒരു വളഞ്ഞങ്ങാനം വാട്ടർഫോൾ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ചായക്കടകളൊക്കെ ഉണ്ട്, ചായയും മറ്റുമൊക്കെ മേടിച്ചു കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളയങ്ങാനം വാട്ടർഫാളിൻ്റെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ചായ കുടിച്ചു. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് ചായ ഇവിടെ നിന്ന് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്നു. കറക്റ്റ് ഇവിടെ നിന്ന് ചായ കുടിച്ചു. അപ്പോൾ ഇനി കുട്ടിക്കാനത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം നമ്മൾ വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടെ നേരെ പോകുന്നത് കുട്ടിക്കാനമാണ്. കുട്ടിക്കാനം ലെഫ്റ്റ് പോയാൽ നമ്മുടെ ഏലപ്പാറ വഴി വാഗമൺ പോവാം. കട്ടപ്പന അങ്ങനെയൊക്കെ. റൈറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് കുമളി റൂട്ടാണ്. തമിഴ്നാട് കുമളി കമ്പം തേനി ആ റൂട്ടാണ്. അപ്പോൾ എന്തായാലും കുട്ടിക്കാനത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ പോണ വഴിക്ക് റൈസ് ബൗൾ എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത്. മുന്നേയും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വന്നപ്പോൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. നല്ല ഭക്ഷണമാണ്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പം അത്യാവശ്യം ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ റൈസ് ബൗൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് ബൗൾ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുട്ടിക്കാനമാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഈ റോഡ് സ്ട്രൈറ്റ് പോകുന്നത് ഏലപ്പാറയാണ്. ഇത് കുട്ടിക്കാനം ജംഗ്ഷൻ വഴി വണ്ടിപ്പെരിയാർ പോകുന്നുണ്ട്. അപ്പം ഈ റോഡിലുള്ള ഈ റൈസ് ബൗളിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇടിയപ്പം മുട്ടക്കറിയും കഴിച്ചു. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നു വണ്ടിപ്പെരിയാർ വഴി നമ്മുടെ തേക്കടിയിലേക്ക് കേട്ടോ.
അപ്പം ഞങ്ങളങ്ങനെ വണ്ടിപ്പെരിയാർ എത്തി. ഇനി അടുത്തത് കുമിളിയാണ്. കുമിളിയിൽ നിന്ന് തേക്കടി. ഈ വണ്ടിപ്പെരിയാർ വഴിയൊക്കെ പോകുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ്. രണ്ട് സൈഡിലും നല്ല ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. വേണമെങ്കിൽ ടീ പ്ലാന്റേഷൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ ഇറങ്ങിയെടുക്കാം. നല്ല പ്രകൃതി ഭംഗിയാണ്. അപ്പോൾ വണ്ടിപ്പെരിയാർ നമ്മൾ ഈ കുമിളി തേക്കടിയൊക്കെ പോകുന്ന ആ ഒരു റോഡും ആ ഒരു സ്ഥലമൊക്കെ നല്ല കാഴ്ച ഭംഗി തരുന്ന നല്ല സ്ഥലങ്ങളാണ് കേട്ടോ തേക്കടിയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിപ്പെരിയാർ വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് ടീ ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് തേയിലയൊക്കെ മേടിക്കാം. AVTയുടെ ഉണ്ട്, പിന്നെ കൊന്നിമാര ഫാക്ടറി ഔട്ട്ലെറ്റ്സ് എന്ന് പറഞ്ഞ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് വരുന്ന വഴിക്ക് നമ്മൾ മങ്കീനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പം അങ്ങനെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ടീ ഒക്കെ നല്ല ടീ മേടിക്കണമെങ്കിൽ ഇപ്പം ചായക്ക് വേണ്ടിയിട്ടുള്ള തേയിലയാണെങ്കിലും, അല്ലെങ്കിൽ ലൈം ടീക്കുള്ള തേയിലയാണെങ്കിലും, അല്ലെങ്കിൽ ഗ്രീൻ ടീക്കുള്ള തേയിലയാണെങ്കിലും, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെയൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ്സിൽ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ കുമിളി എത്തിയിരിക്കുകയാണ്. കുമിളിയിൽ നിന്ന് കുമിളി ടൗണിൻ്റെ അവിടെ നിന്ന് റൈറ്റാണ് തേക്കടി പോകുന്നത്. നമ്മൾ താമസിക്കുന്നത് തേക്കടിയിലെ KTDCയുടെ ആരണ്യ നിവാസ് എന്ന പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. അപ്പം ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം കുമിളിയിൽ നിന്ന് തേക്കടി പോകുന്ന വഴിയാണ് കേട്ടോ. തേക്കടി ബോട്ടിംഗ് ഒക്കെ പോകുന്ന വഴി തന്നെയാണ്. നമ്മുടെ അരണ്യ നിവാസ് ഇരിക്കുന്നത് ബോട്ടിംഗ് പോകുന്നതിൻ്റെ അവിടെ തന്നെയാണ്. അവിടെ നിന്ന് അകത്തോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു നമ്മുടെ തേക്കടിയുടെ അവിടെ ഒരുപാട് ജീപ്പ് കിടപ്പുണ്ട്. ഇവിടെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സത്രം, അങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ്, ശബരിമല വ്യൂ പോയിന്റ്, അങ്ങനെ അവർ വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തരാനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ അരണ്യ നിവാസ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിംഗ് പോകുന്ന ആ മെയിൻ റോഡിൽ നിന്ന് ബോട്ടിങ്ങിന് കയറുന്ന സ്ഥലത്തോട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ബുക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പറഞ്ഞാൽ നമ്മൾ അവരുടെ കയറ്റി വിടും. അല്ലാതെ ബുക്കിംഗ് ഇല്ലാതെ അകത്തോട്ട് കയറ്റി വിടില്ല. കാര്യം ചെക്ക് പോസ്റ്റിൽ ഈ ബോട്ടിങ്ങിനുള്ളവർക്ക് മാത്രമേ പോകാൻ പെർമിഷൻ ഉള്ളൂ. അതും ബോട്ടിങ്ങിന് അവരുടെ ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. അല്ലാത്തവർക്ക് പോകാൻ പറ്റുക എന്താ പറയുക, ബുക്കിംഗ് പറഞ്ഞാൽ ബുക്കിംഗ് വെച്ച് കൊണ്ടുപോകും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുന്നതാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. കണ്ട ഈ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. ഇതാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ മെയിൻ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമുക്ക് ബുക്കിംഗ് ഉണ്ടെങ്കിലേ കയറ്റി വിടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തേക്കടി ബോട്ടിങ്ങിൻ്റെ ഏരിയയിലോട്ട് കയറി. ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. എൻട്രി ടിക്കറ്റാണ്. വണ്ടിക്ക് 85, ആൾക്ക് 45 രൂപ. അങ്ങനെ മൊത്തം 175 രൂപ നമ്മൾ പേ ചെയ്തു. ഇതിനകത്ത് ആണ് ബോട്ടിങ്ങും നമ്മുടെ അരണ്യ നിവാസ സ്റ്റേ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വെൽക്കം ടു പെരിയാർ ടൈഗർ റിസർവ്. അത് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ടൈഗർ റിസർവ് ആണ്. വെൽക്കം പെരിയാർ ടൈഗർ റിസർവ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ സ്റ്റേ. അരണ്യ നിവാസ്, പെരിയാർ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്റ്റേ ഉണ്ട്. പിന്നെ ബോട്ടിങ് ഇവിടെയാണ്. നമ്മൾ നേരത്തെ കണ്ട ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിലാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. ലെറ്റ്സ് ഗോ. ഇവിടെ ഈ ഒരു മരത്തിൽ ഒരുപാട് ബ്ലാക്ക് ലങ്കൂർ ഇരിപ്പുണ്ട്. അതോടൊപ്പം ഒരു മല അണ്ണാനും ഉണ്ട് കേട്ടോ. അവിടെ ഒരു മലയണ്ണ ഇരിപ്പുണ്ട്. പിന്നെ ആ ബ്ലാക്കിൽ കാണുന്നില്ല, അതാ ഈ ചാടി വരുന്നതൊക്കെ ബ്ലാക്ക് ലങ്കൂറാണ്, കരിങ്കുരങ്ങെന്ന് പറയും. പിന്നെ അവിടെ ചക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അരണ്യ നിവാസിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ ചെയ്തു. അപ്പോൾ വരുന്ന കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അരണ്യ നിവാസ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ KTDCയുടെ സൈറ്റിൽ കയറി അരണ്യ നിവാസും ഉണ്ട് പെരിയാറിൽ. അതല്ലാതെ പെരിയാർ ഹൗസ് എന്ന് പറഞ്ഞൊരു ലോഡ്ജിങ് സെറ്റപ്പും ഉണ്ട്. രണ്ടും നല്ല സ്റ്റേ ആണ്. അപ്പോൾ ഇതും പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ്, നമ്മുടെ ബോട്ടിങ്ങിൻ്റെ തീരത്ത് തന്നെയാണ്.
വേറൊരു എക്സ്പീരിയൻസ് ആണ് ലേക്ക് പാലസ്. ലേക്ക് പാലസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട്, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ റിസർവറിന് നടുക്കിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പം KTDCയുടെ സൈറ്റിൽ കയറി മൂന്നിൻ്റെയും പ്രോപ്പർട്ടി ഡീറ്റെയിൽസും ബുക്കിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചാനൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ ടു നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് സ്റ്റാർക്കപ്പ്. ബൈ.